Hello all, good evening. Hope I am audible. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. So, uh, welcome to today's session. ഞാൻ ഇവിടെ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഹാപ്പ് ലൈഫ് വെൽനെസ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ആക്ച്വലി ഞാൻ ഹാപ്പ് ലൈഫ് വെൽനെസ്സിൽ ഈ പ്രോഗ്രാംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുകയും പിന്നെ ഹോൾ ഓർഗനൈസേഷൻ ലീഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ബേസിക്കലി ദി സിഇഒ ഓഫ് ദി ഓർഗനൈസേഷൻ. സോ നമ്മൾ വീക്ക്ലി ഒരു 1 or 2 ഡേയ്സ് വീക്ക്ലി ഏതോ തേഴ്സ്ഡേയ്സ് അല്ലെങ്കിൽ സാറ്റർഡേയ്സ് ഒക്കെ ആയിട്ട് ഇതുപോലത്തെ വെബിനാർസ് ഹാപ്പ് ലൈഫ് സൈക്കോളജി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നടത്താറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഗൾഫ് കൺട്രീസിൽ സൈക്കോളജി പ്രൊഫഷണൽസിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു സെഷൻ. അതിന് മുമ്പത്തെ ആഴ്ച വി ഹാഡ് സെഷൻ ബേസ്ഡ് ഓൺ ഹൗ ടു പ്രിപ്പയർ ഫോർ ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ CV എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാം, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് സൈക്കോളജി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ഹോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ കീപ് ഫോളോയിങ് ദ കമ്മ്യൂണിറ്റി. ആ ഒരു ഗ്രൂപ്പിലെല്ലാം എല്ലാവരും അംഗമായിട്ട് തന്നെ തുടരുക. സോ ഇപ്പോൾ നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ളത് ആ ഒരു സീരീസിൽ തന്നെ ഈ ഹാപ്പ് ലൈഫ് സൈക്കോളജി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന വെബിനാർ സീരീസിൽ ഒരു നെക്സ്റ്റ് വെബിനാർ. Athira is here with us. ഈ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ ഈസ് എ ലൈസൻസ് സോഷ്യൽ വർക്കർ വർക്കിംഗ് കറന്റ്ലി ഇൻ UAE. അപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസിൽ നിന്ന് ഷീ ഹാസ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ടു ഷെയർ വിത്ത് അസ്. എസ്പെഷ്യലി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സ്പേസ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗ് നമുക്ക് എങ്ങനെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളതാണ് ഹെർ ടോപ്പിക്. ബ്രീഫ്ലി ഹാപ്ലൈഫ് എന്താണെന്നും കൂടി പറഞ്ഞിട്ട് വിൽ ഗോ ടു ദ സെഷൻ. ഹാപ്ലൈഫ് ഇസ് എ ഓൺലൈൻ തെറപ്പിയും കൗൺസിലിംഗും കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ബേസ്ഡ് ഇൻ കേരള. വി ഹാവ് അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ കാലിക്കറ്റ് ആൻഡ് നമുക്ക് 6 സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. ആൻഡ് വി ആർ എ ടീം ഓഫ് അറൌണ്ട് 12 to 13 people. And yeah, that's pretty much about Happlyf. And now we can go on to the session. Athira, let's start. Yes. You can take over. Thank you, Junaid. First of all, thank you for giving me an opportunity. And എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും എന്നെ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പ്രാവശ്യം ജുനൈദ് ഇട്ട് ഒരു അത്യാവശ്യം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ലൈക്ക് ഹി സെഡ്, ഐ എം ആതിര. ഞാൻ ലൈസൻസ്ഡ് സോഷ്യൽ വർക്കർ ആണ്. ഞാൻ എൻ്റെ സോഷ്യൽ വർക്ക് എടുത്തത് രാജഗിരി കോളേജിൽ നിന്നാണ്. ആൻഡ് ഇൻ UAE ഞാനിപ്പോൾ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. സോ എൻ്റെ ഒരു വർഷം ഞാൻ സീനിയർ എഡ്യൂക്കേഷനിലായിരുന്നു. ആൻഡ് അടുത്ത ഈ ഒരു വർഷം ഞാൻ എൻ്റെ പ്രൈമറിയിലാണ്. സോ ആ സീനിയറിലുള്ള എൻ്റെ എക്സ്പീരിയൻസും പ്രൈമറിയിലുള്ള എൻ്റെ എക്സ്പീരിയൻസും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് എക്സ്പീരിയൻസ് ആണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇത് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആവണം. അതേപോലെ തന്നെ ഐ വോണ്ട് ഇറ്റ് ടു ബി ഇന്ററാക്റ്റീവ്. നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ഇടയിൽ വല്ല ഡൗട്ട്സ് തോന്നുകയാണ് അല്ലെങ്കിൽ അവിടെ തന്നെ ക്ലാരിഫിക്കേഷൻ തോന്നുകയാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ഇന്ററപ്റ്റ്. ഓൾസോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അൺറിലേറ്റഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം തോന്നുന്ന ക്വസ്റ്റ്യൻ യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ. ആൻഡ് എൻഡ് ഓഫ് ദ PPT എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ആൻഡ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ എക്സ്പീരിയൻസും എൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് അബൌട്ട് ഈ നമ്മുടെ എങ്ങനെയാണ് UAE ഇൻക്ലൂഷൻ എന്നുള്ളത് ആൻഡ് ഓഫ് ഓൾ സ്കൂൾസ് എങ്ങനെയാണ് എന്നുള്ളത്. സോ ഐ എം വർക്കിംഗ് ഇൻ ഡൽഹി പ്രൈവറ്റ് സ്കൂൾ വിച്ച് ഇസ് ഇൻ ഷാർജ. അപ്പോ നമുക്ക് തുടങ്ങാം. ക്യാൻ വി സ്റ്റാർട്ട്? ക്യാൻ someone give me a heads up over a chat? Sure. Okay, Junaid, നമുക്ക് നമ്മുടെ PPT തുടങ്ങാം. Yes, share it. Yeah. കാണുന്നില്ലേ? ഇല്ലല്ലോ. ഇല്ല. Yes. Now? Yes, okay, perfect. So as നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിക് ഇൻക്ലൂഷൻ ആണ്, ബിൽഡിംഗ് ബ്രിഡ്ജസ് ടുഗെദർ. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ UAE എങ്ങനെയാണ്
ഈ നമ്മൾ നാട്ടിലെ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നാണ് പറയാ. യു എയില് നമ്മൾ ഇവരെ പറയുന്ന ഒരു ടേം ഉണ്ട്. സോ ആ ടേം എന്താണ്, ആ കാറ്റഗറിയിൽ വരുന്നത് ആരൊക്കെയാണ് എന്നുള്ളതും, പിന്നെ നമ്മൾ എങ്ങനെയാണ് യു എ സ്കൂൾസിൽ ഏതൊക്കെ കാറ്റഗറി കുട്ടികളെ നമ്മൾ എടുക്കും, ഏതൊക്കെ വേവിൽ പെടുന്ന കുട്ടികളെ നമ്മൾ എടുക്കും, നമ്മുടെ ഇന്റർവെൻഷൻസ് എങ്ങനെയാണ്, പ്രൈമറിയിൽ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്, സെക്കൻഡറി എഡ്യൂക്കേഷനിൽ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് നടക്കുന്നത്, എല്ലാത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആൻഡ് ഓവറോൾ നമ്മുടെ സ്കൂളിൽ കൗൺസിലിംഗ് ആൻഡ് വെൽബീങ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിക്കും. ഇനി നമ്മൾ ഒരു ചെറിയ ടാസ്ക് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതായത് ഐ ബിലീവ് നമ്മളൊരു ഇൻക്ലൂഷൻ പാർട്ട് ആവണം എന്നുണ്ടെങ്കിൽ വി നീഡ് സർട്ടൻ സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ഓർ സർട്ടൻ സെറ്റ് ഓഫ് സ്കിൽസ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്, നമുക്ക് കുറച്ച് സ്കിൽസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അപ്പൊ അത് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആവും, വേർ ഐ വിൽ ഓൾസോ നോ ദാറ്റ് യു ആർ ലിസണിങ്. അപ്പൊ ഫസ്റ്റത്തെ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് സംസാരിക്കാം, ചാറ്റിൽ തന്നെ വേണമെന്നില്ല. യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് സ്പീക്ക്. ഹലോ മാം. യെസ്, ഹായ് ആഷി. ചെടികളെ കുറിച്ചിട്ട് അത് എങ്ങനെയാണ് അതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് തോന്നുന്നു. അതെ, അത് ഇൻക്ലൂഷനിൽ നമുക്ക് എങ്ങനെ, യെസ്, ഗ്രോത്ത്. അതായത് ഇൻക്ലൂഷനിൽ നമുക്ക് എന്ത് സ്കില്ലായിരിക്കും വേണ്ടത്? അപ്പോ ചെടികൾ വളരുന്നത് വളരെ സ്ലോ ആയിട്ടാണ്, അതിൻ്റെതായ സമയം എടുത്തിട്ടാണ്. അപ്പൊ നമ്മൾ കുറച്ച് ജുനൈദ്, കേൾക്കുന്നില്ല? യെസ്, അല്ല, നമുക്ക് പി പി ടി സ്ലൈഡ് ഒന്ന് മാറ്റാനായിട്ട്. ലൈക്ക് യെസ്, ഇത് ഇട്ടോളൂ, കുഴപ്പമില്ല. സോ ഫസ്റ്റത്തെ സ്കിൽ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ലൈക്ക് ആഷി പറഞ്ഞ പോലെ തന്നെ ഗ്രോത്ത് ഒരുപാട് ചാറ്റിൽ ഞാൻ കണ്ടു. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മൾ പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് നമുക്ക് ഇൻക്ലൂഷനിൽ വേണ്ടത്. സോ വി നീഡ് ടു ബി വെരി പേഷ്യൻറ്റ്. ആ ഒരു പ്രോഗ്രസ്സിനെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക റാദർ ദാൻ ദ പെർഫെക്ഷൻ. രണ്ടാമത് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് ക്രിയേറ്റിവിറ്റി. അതായത് നമ്മൾ ഓരോ കുട്ടികളുടെ അടുത്ത് ഇടപഴകുമ്പോഴും ഇപ്പൊ ADHD ആണ് നമ്മൾ കണ്ടുവരുന്ന ഒരു 5 കുട്ടികൾക്കും ADHD ആണെന്നുണ്ടെങ്കിൽ ആ 5 കുട്ടികൾക്കും ഉള്ള ADHD ഡിഫറെന്റ് ആയിരിക്കും. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കൊണ്ടുവരേണ്ടി വരും. സോ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ദാറ്റ് യു നീഡ് ഇസ് ക്രിയേറ്റിവിറ്റി. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു സ്കിൽ എന്ന് പറയുന്നത്, അതാണ് എന്റെ ഏക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കിൽ, സ്മൈൽ. ഇഫ് യു സീ someone without a smile, you just give it to them. അതാണ് മൂന്നാമത്തെ ഒരു സ്കിൽ. ആൻഡ് ഫോർത്ത് സ്കിൽ ഇസ് കമ്പാഷൻ, വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ. നമ്മൾ അവരുടെ ഒപ്പം ഇരിക്കുന്ന, നമ്മൾ അവരെ കാണുന്നു, നമ്മൾ അവരെ കേൾക്കുന്നു, ആൻഡ് വി ആർ സപ്പോർട്ടിങ് ദം, ആൻഡ് ഇറ്റ് ആക്ച്വലി റിയലി മീൻസ് എ ലോട്ട്. സോ ദീസ് ആർ ദ 4 skills or qualities that you will need throughout being part of a inclusion family. Next slide please. Yes, ഇനിയാണ് നമ്മുടെ UAE സെന്നിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ UAEയിലെ സെൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്, വിച്ച് UAEയിൽ ഇപ്പം ജോലി നോക്കുന്നവരോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈവൻ കേരളത്തിൽ പോലും നമ്മൾ യൂസ് ചെയ്ത് വരേണ്ട ഒരു ടേമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ ഇവിടെ അഡ്രസ് ചെയ്യുന്നതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ്. അതേപോലെ SOD എന്ന് പറയും, സ്റ്റുഡൻസ് ഓഫ് ഡിറ്റർമിനേഷൻ. അഡൽട്സ് ആണെങ്കിൽ POD, വിച്ച് മീൻസ് പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ. അപ്പൊ ഈ ടേംസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്യാം, ബിക്കോസ് ഇറ്റ് ഇസ് പ്രിറ്റി മച്ച് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ആണ്, എസ്പെഷ്യലി ഇഫ് യു ആർ നമ്മുടെ ഫ്യൂച്ചർ ഇൻക്ലൂഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ. നമ്മൾ എല്ലാ സ്കൂൾസിലും ഒരു സെൻഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇവരായിരിക്കും ഇൻക്ലൂഷൻ എൻഷുർ ചെയ്യുക എല്ലാ സ്കൂൾസിലും. സോ നമ്മളെ ടേംസ് നോട്ട് ഡൗൺ ചെയ്യുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്.
ഇനി നമ്മൾ ഡീൽ ചെയ്യുന്ന സ്പെഷ്യൽ നീഡ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഐ എം വെരി ഷുവർ ദാറ്റ് യു ഓൾറെഡി നോ വാട്ട് ഇസ് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളത്. ഡിസ്ലെക്സിക് ആവാം, ഡിസ്കാൽക്കുലി ആവാം, ഡിസ്പ്രാക്സിയ, ഇങ്ങനെ എല്ലാ ലേണിംഗ് ബാരിയേഴ്സ് ഉള്ള, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികൾ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ. ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ തന്നെ 3 ലെവൽ ഉണ്ട്. വി ടേക്ക് ഓൾ 3 ലെവൽസ് ആക്ച്വലി ഹിയർ. നമ്മൾ മെയിൻ സ്ട്രീം സ്കൂളിൽ, അതായത് നമ്മുടെ നോർമൽ സ്കൂളിൽ ഇവരെ നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് അവരെ പഠിപ്പിക്കുകയും ചെയ്യും. അതർ ദാൻ ദാറ്റ് നമ്മൾ അവർക്ക് ഇൻഡിവിജ്വൽ സെഷൻസ് എടുത്ത് കൊടുക്കുകയും ചെയ്യും. സോ ASD ആണെങ്കിലും ഇതേപോലെ ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഡിലേഡ് മൈൽ സ്റ്റോൺ, കമ്മ്യൂണിക്കേഷൻ കുറവ്, അത് കഴിഞ്ഞ് മൂവിങ് ഓൺ ADHD, ADD, വിച്ച് ഐ എം ഓൾസോ പ്രിറ്റി ഷുവർ ഇതൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ് എന്നുള്ളത്. പിന്നെ ഒപ്പോസിഷണൽ ഡിഫിയൻ ഡിസോർഡർ, ഒരു പ്രിറ്റി മച്ച് കോമൺ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഡിസോർഡർ ആണ് ഇപ്പോ ഇത്. നമ്മൾ ഇതിനെ പാറ്റേൺ ചെയ്യുന്നത് ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ക്ലാസ്സിൽ ഉണ്ടാവുന്നത്. പിന്നെ വരുന്ന സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ്. സോ ദാറ്റ് മേ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ചൈൽഡ്സ് ഫിസിക്കൽ നീഡ്സ്. ഇപ്പം നമുക്കിപ്പോ റീസെന്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത് ഹിസ് ലെഫ്റ്റ് ബ്രെയിൻ ഹെമിസ്ഫിയർ ഫുൾ വീക്ക് ആണ്. സോ റൈറ്റ് മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. സോ ഈവൻ ദെൻ വീക്കെൻഡ് ആണ്. സോ വി അക്കോമഡേറ്റ് ഹിം ടു ദ മെയിൻ സ്ട്രീം സ്കൂൾ. സോ അങ്ങനത്തെ കുട്ടികളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും, ഇൻകോർപ്പറേറ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ, വേർ യുവർ സെൻസറി ആയിട്ടുള്ളതും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള എല്ലാ ഡിലേഡ് മൈൽ സ്റ്റോൺ ആയിരിക്കും. മൂവിങ് ഓൺ. സോ നമ്മളിപ്പോ ഇതുവരെ ഡിസ്കസ് ചെയ്തത് UAE-യിലുള്ള സ്റ്റുഡൻസ് ഓഫ് ഡിറ്റർമിനേഷൻ, ഏതൊക്കെ കാറ്റഗറിയിൽ വരുന്ന, ഏതൊക്കെ ഡിസബിലിറ്റീസിൽ പെട്ട കുട്ടികളെ നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ട്. ഇനി ഇവരെ ഇന്റർവെൻഷൻ ചെയ്യുന്ന ഇതാണ്. സോ ദർ ഇസ് 3 waves. വേവ് 1, വേവ് 2 ആൻഡ് വേവ് 3. അപ്പൊ വേവ് 1 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. സോ വേർ ഇറ്റ് ഇസ് ഇൻക്ലൂസീവ് ആണ്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇവർ വരേണ്ട ആവശ്യമില്ല. വി ഗീവ് ദം certain ക്ലാസ് റൂം അക്കോമഡേഷൻസ്. ക്ലാസ്സിൽ നമ്മൾ ചെറിയ അക്കോമഡേഷൻസ് കൊടുക്കുന്നതിനാണ് വേവ് 1 പറയുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോവും. ഇത് ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ബേസ് തരികയാണ്. വേവ് 2 എന്ന് പറയുമ്പോഴാണ് നമ്മൾ നിങ്ങളെ IEP എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സപ്പോർട്ടും അതേപോലെ ഒരു ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റൻസിനെയും കൂടി നമ്മൾ വെക്കും. അതായത് ആ കുട്ടീന്റെ എല്ലാ നീഡ്സും, ഇൻഡിവിജ്വൽ നീഡ്സ്, ക്ലാസ് റൂമിൽ കാണേണ്ട നീഡ്സ്, ഫിസിക്കൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാള് ആ കുട്ടിയുടെ ഒപ്പം എപ്പോഴും ത്രൂ ഔട്ട് ദ സ്കൂൾ ടൈം അവിടെ ഉണ്ടാവും. സോ ദീസ് ആർ ദ 3 interventions where we intervene inclusion in school. പിന്നെ അടുത്ത സ്ലൈഡ്. ഇനി നമ്മള് ഈ ക്ലാസ് റൂമിൽ നമ്മുടെ സ്കൂളിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സും അതിന്റെ അക്കോമഡേഷൻസിനെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. മൂവിങ് ഓൺ. സോ ഇത് 3 സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ നമ്മുടെ സ്കൂളിൽ ഫോളോ ചെയ്യുന്നത്, നമ്മുടെ മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നത്. സോ വേർ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അഡ്മിഷൻ. അപ്പോ നമ്മളിപ്പോ ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, ലൈക്ക് ഇഫ് ഹി ഹാസ് ഓർ ഇഫ് ഷീ ഹാസ് എ ഡിഫിക്കൽട്ടി ഓർ ആ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. സോ ഫസ്റ്റ് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള അഡ്മിഷൻസും പാർട്ടിസിപ്പേഷനും ഇക്വിറ്റി നമ്മൾ എൻഷുർ ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പിലാണ് അവരെ റിഫൈൻ ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതും ഏർലി ഇന്റർവെൻഷൻ ചെയ്യുന്നതും. സോ ദിസ് ബേസിക്കലി ഹാപ്പൻസ് ഇൻ ദ പ്രൈമറി സെക്ഷൻ. സ്കൂളിലെ പ്രൈമറി സെക്ഷനിലാണ് ഇത് ബേസിക്കലി തുടങ്ങുന്നത്. പിന്നെ മൂന്നാമതാണ് നമ്മൾ എല്ലാ സെക്ഷനിലും ചെയ്യുന്നത് സപ്പോർട്ട് കൊടുക്കുന്നത്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. മൂവിങ് ഓൺ, നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ക്ലാസ് റൂമിലേക്ക് നമ്മൾ വന്നു. സോ ഫസ്റ്റ് വി അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് സെൻ. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കി ഏതൊക്കെ കാറ്റഗറിയിലുള്ള കുട്ടികളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. മൂന്നാമത്തത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ പോകുന്ന പ്രോസസ്സ് മനസ്സിലായി, ഇന്റർവെൻഷൻസ് മനസ്സിലായി. വേവ് 1, വേവ് 2, വേവ് 3 എന്താണെന്ന് നമുക്ക് മനസ്സിലായി. മൂവിങ് ഓൺ ഇസ് ദ സ്കൂൾ സ്ട്രക്ചർ, ദാറ്റ് ഇസ് ഒബ്സർവേഷൻസ്. ഈ ഒബ്സർവേഷനിൽ ഇവിടെയാണ് ടീച്ചറിന്റെ റോൾ വരുന്നത്, ഇവിടെയാണ് ക്ലാസ് റൂമിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. സോ നമുക്ക് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ടി ഉള്ള കുട്ടീനെ ഒരു
ലോങ് സ്ട്രെങ്ത് ഉള്ള ഒരു ക്ലാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ ദ ടീച്ചർ ആക്ച്വലി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഹിയർ. അപ്പൊ എല്ലാ അക്കാഡമിക് ഇയർ എൻഡിലും നമ്മൾ ടീച്ചേഴ്സിന് ഒരു ക്ലാസ് കൊടുക്കും അബൌട്ട് certain ലേണിംഗ് ബാരിയേഴ്സ് കുട്ടികളിൽ ഉണ്ടാവുന്ന ഇപ്പൊ നമ്മൾ സംസാരിച്ച ഒരുപാട് ഡിസബിലിറ്റീസിൽ ഉണ്ടാവാവുന്ന സിംറ്റംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതിലാണ് ഈ ഒബ്സർവേഷൻസ് വരുന്നത്. അപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ സർട്ടൻ ബിഹേവിയർ നോക്കാൻ പറയും. ഈ ബിഹേവിയറിൽ തന്നെ ഫ്രീക്വൻസി, എത്രത്തോളം ഫ്രീക്വൻസി ഉണ്ട് നമ്മൾ നോക്കാൻ പറയും. പിന്നെ വരുന്ന രണ്ടാമത്തെ അക്കാഡമിക്കില് അവരുടെ റീഡിങ് എത്രത്തോളം ഉണ്ട്, റൈറ്റിംഗ് എന്താണ്, കോംപ്രിഹെൻഷൻ ഉണ്ടോ, അവർക്ക് വായിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർക്ക് ടെസ്റ്റിലൊക്കെ എത്ര പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ നമ്മളെ റെഫർ ചെയ്യുക. വൺസ് ദേ ആർ റെഫേർഡ് ടു ദ സെറ്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ അവർക്ക് ഒരു സ്ക്രീനിങ് ലിസ്റ്റ് അയക്കും. ഇത്ര സമയം കൊണ്ട് ആ കുട്ടിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ, എത്ര ടൈം ഒരു ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹൗ മെനി ടൈംസ് യു നീഡ് ടു ഹെൽപ്പ്, എത്ര തവണ നമുക്ക് ആളെ അസിസ്റ്റ് ചെയ്യേണ്ടി വരും, സർട്ടിൻ ആൽഫബറ്റ്സ് എഴുതുന്നതിൽ വ്യത്യാസം ഉണ്ടോ, ചില ക്വസ്റ്റ്യൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ ചില റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ. സോ ഓൾ ദീസ് സ്ക്രീനിങ് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന്, അതായത് സബ്ജക്ട് ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് നമ്മൾ ഫീഡ്ബാക്സ് കളക്ട് ചെയ്യും. വേർ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഓരോ സബ്ജക്റ്റിലും ആ കുട്ടിക്ക് എവിടെയാണ് ഡിഫിക്കൽട്ടി എന്നുള്ളത്. സോ മേ ബി ദ ചൈൽഡ് വിൽ ബി റിയലി ഗുഡ് ഇൻ സയൻസ് ആൻഡ് മാത്സ്, പക്ഷെ ഇംഗ്ലീഷിൽ വീക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സബ്ജക്ട് വൈസ് വിൽ ബി സോ ഗുഡ്, പക്ഷെ ബിഹേവിയറിൽ പ്രശ്നമുണ്ടാവും. ദാറ്റ് ഹി കനോട്ട് ഫോളോ ഇൻസ്ട്രക്ഷൻസ്, ഹി കനോട്ട് ബി സീറ്റഡ് ഫോർ എ ലോങ്ങർ ടൈം, ഒരുപാട് എനർജി ഉണ്ടാവും, ഹി കീപ്സ് റണ്ണിങ് അറൌണ്ട്, ഒരുപാട് ഡിഫിക്കൽട്ടീസിൽ ചിലപ്പോൾ പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നതാണ് ഒബ്സർവേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഫെസിലിറ്റേറ്റിംഗ് കോൺവെർസേഷൻസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് മനസ്സിലായി, ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ അവരുടെ എല്ലാ റിപ്പോർട്ട്സും വായിച്ചു. നെക്സ്റ്റ് പോസിബിൾ സൊല്യൂഷൻ is to interact with the child. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടീന്റെ അടുത്ത് 1-to-1 സെഷനിൽ നമ്മൾ സംസാരിക്കും. where we will understand what is his real difficulty. നമ്മൾ ഒരു റാപ്പോ ബിൽഡ് ചെയ്യും. പതുക്കെ നമ്മൾ ആളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കും, എവിടെയാണ് ആൾക്ക് ഡിഫിക്കൽട്ടി എന്നുള്ളത് മനസ്സിലാക്കും. ആൻഡ് ഇഫ് വി ഫീൽ that it is something that will go beyond our hands and we need a holistic support for the child, നമ്മൾ പിന്നെയാണ് പാരന്റ് ടീച്ചർ കൊളാബറേഷനിലേക്ക് പോവുക. സോ ഒബ്വിയസ്ലി നമ്മൾ പേരൻസിനെ വിളിക്കും, പേരൻസിന്റെ അടുത്ത് സംസാരിക്കും, വീട്ടിലെടുത്ത ബിഹേവിയർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കും. എവിടെയായിരുന്നു ചൈൽഡ്ഹുഡിലെ എല്ലാ ഹിസ്റ്ററിയും നമ്മൾ പതുക്കെ സംസാരിച്ച് we come to a solution. സോ ഒബ്വിയസ്ലി ഇവിടെ വരുന്ന മേജർ ചാലഞ്ച് എന്ന് പറയുന്നത് പേരൻസ് മോസ്റ്റ്ലി വിൽ ബി ഇൻ ഡിനയൽ. സോ ഇവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സോ ബട്ട് ഈവൻ ദെൻ നമ്മുടെ റിയൽ അക്കാഡമിക് ഡിഫിക്കൽട്ടീസ് ആണെങ്കിൽ പേരൻസ് പൊതുവെ അത് ഓക്കെ പറയും. ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ KG ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ they find it very difficult to accept that the child has a difficulty. സോ ഇങ്ങനത്തെ ചെറിയ ഈ കോൺവെർസേഷൻസ് ഒക്കെ നടക്കുന്നതാണ് നെക്സ്റ്റ് പ്രോസസ്. പിന്നെ വരുന്നത് വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് മെക്കാനിസംസ് ഡസ് എ സ്കൂൾ ഗിവ്, അതാണ് ഇനീഷ്യേറ്റിംഗ് സപ്പോർട്ടിലുള്ളത്. സോ നമ്മൾ ക്ലാസ് റൂം അക്കോമഡേഷൻസ് കൊടുക്കും. ക്ലാസ് റൂം അക്കോമഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് പ്രിഫറൻഷ്യൽ സീറ്റ്, ടീച്ചറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, ഒരു ബഡീനെ അസൈൻ ചെയ്യും. ദാറ്റ് ഇസ് എ ഫ്രണ്ട് ഹു ഈസ് അസൈൻഡ് ടു ഹെൽപ്പ് ഹിം ഔട്ട് ഇൻ ക്ലാസ്. അതായത് നമ്മൾ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത നോട്ട്സ് ഫോട്ടോ ഇട്ട് നമ്മുടെ ഇതിൽ അയച്ചു കൊടുക്കാനോ അങ്ങനെ നമ്മൾ ഒരു കുട്ടീനെ ഏൽപ്പിക്കും. പിന്നെ വരുന്ന 3 നമ്മുടെ റോൾസ് ആണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ റോളാണ്, ദാറ്റ് ഇസ് സ്റ്റുഡന്റ് ലേണിംഗ് പ്രൊഫൈൽ ഉണ്ടാക്കുക എന്നുള്ളത്. സോ സ്റ്റുഡന്റ് ലേണിംഗ് പ്രൊഫൈൽ ഇൻക്ലൂഡ്സ് നമ്മുടെ കുട്ടിയുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, ഏരിയാസ് ഓഫ് സ്ട്രെങ്സ്, ഏരിയാസ് ഓഫ് ഡിഫിക്കൽട്ടീസ്, പിന്നെ വരുന്നത് ഏരിയാസ് ഓഫ് സ്ട്രെങ്ത്, ഏരിയാസ് ഓഫ് ഡിഫിക്കൽട്ടീസ്, പിന്നെ മൊത്തത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് നമ്മൾ ടീച്ചറിന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നത് ഈ മെയിൻ ആയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ. സോ ഇതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു മെയിൻ സംഭവം. സോ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് പറയുന്നത് കുട്ടിക്ക് അക്കാഡമിക് ഡിഫിക്കൽട്ടി ആണോ ബിഹേവിയറിലാണോ ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ഉണ്ടാക്കുള്ളൂ. സ്റ്റുഡന്റ് ലേണിംഗ് പ്രൊഫൈൽ വി made for all the students who has difficulty or who has major challenges are day-to-day routine in class maintain ചെയ്യുന്നവർക്ക്. പക്ഷെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ നമ്മൾ
മെഡിക്കലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഉണ്ടാക്കുള്ളൂ. സോ ദാറ്റ് വിൽ ബി സ്പെസിഫിക് ടു ദിയർ ഡിഫിക്കൽട്ടീസ്. അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് സ്മാർട്ട് ഗോൾസ് വെച്ച് വിൽ പ്രിപ്പയർ. ഡെവലപ്മെന്റ് ടീം എന്ന് പറയുന്നത് ഈ IEP ഉണ്ടാക്കാനായിട്ട് വി ഇൻക്ലൂഡ് പേരൻസ്, ടീച്ചേഴ്സ്, നമ്മളുണ്ടാവും, സ്കൂൾ കൗൺസിലർ ഉണ്ടാവും, ആൻഡ് ദ പ്രിൻസിപ്പൽ വിൽ ഓൾസോ ബി ദെയർ ഇൻ മേക്കിംഗ് ഓഫ് IEP. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേരൻസിന്റെ അടുത്ത് എന്തായാലും റെഫർ ചെയ്യാൻ പറയും, മെഡിക്കൽ സൈക്കോ എഡ്യൂക്കേഷണൽ അസസ്മെന്റിന് പോകാൻ പറയും. വി സ്പെസിഫിക്കലി സേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ റിപ്പോർട്ട് വേണം എന്നുള്ളത്. സോ ഇതിന്റെ ബെനിഫിറ്റ് ആണ് അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡിലാണ് നമ്മൾ ഇനി ഇതിനെ കട്ട് ഡൗൺ ചെയ്യാണ്. സോ പ്രൈമറിയിൽ എങ്ങനെ നടത്തുന്നു എന്നുള്ളതും സീനിയറിൽ നടത്തുന്നതും കുറച്ച് ഡിഫറെന്റ് ആണ്. അതിൽ നമുക്ക് ഉണ്ടാവുന്ന സൊല്യൂഷൻസ് ഇസ് ഓൾസോ ഡിഫറെന്റ്. സോ ഈ പ്രൈമറി എന്ന് പറയുന്നത് pre-KG തൊട്ട് grade 5 വരെയുള്ള സ്റ്റുഡൻസ് ഇൻവോൾവ് ചെയ്യും ഇൻ ദ പ്രൈമറി എഡ്യൂക്കേഷൻ. സോ വേർ ഈ പ്രൈമറി എഡ്യൂക്കേഷനിലാണ് കൂടുതലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ, ODD, അങ്ങനെ ഒരുപാട് ബിഹേവിയറൽ ആസ് വെൽ ആസ് ന്യൂറോ ഡെവലപ്മെന്റ് ഡിലേ വരുന്ന ഡിസബിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡിവിജ്വലി അവർക്ക് അവരുടെ pre-KG, KG1, KG2 നമ്മൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ എടുക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു ക്ലാസ് റൂമിലെ എൻവയൺമെന്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ വി കീപ് എ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ്. അപ്പോ അവരായിരിക്കും കുട്ടീന്റെ ക്ലാസ്സിലെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. ആ ക്ലാസ്സിൽ നടക്കുന്ന എന്താ ടോപ്പിക് ആണോ അതിനനുസരിച്ചിട്ട് കുട്ടിയുടെ ലെവലിലേക്ക് കട്ട് ഷോർട്ട് ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്. We will also be supported. നമ്മൾ ഉണ്ടാക്കുന്ന IEP ബേസ് ചെയ്തിട്ട് ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ് ഹെൽപ്പ് ചെയ്യും. സോ ഈ 3 to 5 കുട്ടികൾക്ക് എക്സാം ടൈമിൽ നമ്മൾ എക്സ്ട്രാ ടൈം 1 hour കൊടുക്കും. ആൻഡ് 1-to-1 സപ്പോർട്ട് ഇൻ ഹെൽപ്പിംഗ് ദം റീഡ് എ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ എന്താ 1 hour എക്സ്ട്രാ ടൈം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് അതിന്റെ എക്സാക്ട് മീനിങ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രൈമറി എഡ്യൂക്കേഷൻ. സെക്കൻഡറിയിലേക്ക് പോകുമ്പോൾ moving on to the next slide. അതെ, സോ grade 6 to 12 ആണ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ വരുന്നത്. സോ ഇവിടെ നമ്മുടെ സെൻസ് സ്റ്റുഡൻസിന് നോർമലി they have a difficulty in understanding language അല്ലെങ്കിൽ ലേണിംഗ് എ ലാംഗ്വേജ്. അത് ഫ്രഞ്ച് ആയാലും ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും they find it very difficult. And maths, science ഒക്കെ. സോ CBSE ഒരു പ്രൊവിഷൻ ഉണ്ട് അവർക്ക് ഓൾട്ടർനേറ്റീവ് സബ്ജക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഓൾട്ടർനേറ്റീവ് സബ്ജക്ട്സ് ചൂസ് ചെയ്യുന്നത് സ്കൂളാണ്. സോ ആക്ച്വലി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കൂൾ വാട്ട് കൈൻഡ് ഓഫ് സബ്ജക്ട് ദേ പ്രൊവൈഡ് എന്നുള്ളത്. സോ നമ്മുടെ സ്കൂളിൽ ദേ പ്രൊവൈഡ് ഫാഷൻ ടെക്നോളജി, പിന്നെ ലോ, ഹ്യൂമാനിറ്റീസ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, AI, പെയിന്റിംഗ്. സോ ഈ ലാംഗ്വേജ് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇതിലേക്ക് പോവാം. പിന്നെ അലൊക്കേഷൻ ഓഫ് സ്ക്രൈബ്സ്. സ്ക്രൈബ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് 10th കുട്ടികൾക്ക് 10th 12th കുട്ടികൾക്ക് ഒറ്റയ്ക്ക് എക്സാം എഴുതാൻ അവർക്ക് ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ they might have spelling mistakes, they may not know how to exaggerate and write. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സ്ക്രൈബ് അലോക്കേറ്റ് ചെയ്യും. ആൻഡ് എസ്പെഷ്യലി സ്ക്രൈബ് അലോക്കേറ്റ് ചെയ്യുന്നത് ഓൺലി വെൻ ദ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സജസ്റ്റ്. സോ അതായത് അവർക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ പ്രൊവൈഡ് ദം സ്ക്രൈബ്സ്. സ്ക്രൈബ്സ് എന്ന് പറയുന്നത് ഇപ്പൊ 10th എക്സാം എഴുതാൻ ഇരിക്കുന്ന കുട്ടിക്കാണെങ്കിൽ 9th ഒരു കുട്ടിയായിരിക്കും സ്ക്രൈബ് എക്സാം ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടാവും. They will also get 1 hour extra time even during their board exams. Moving on to the next slide. ഇനി നമ്മുടെ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മുടെ കൗൺസിലിംഗ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഹോളിസ്റ്റിക്ലി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിഹേവിയറൽ കൗൺസിലിംഗ് കൊടുക്കും ഓവറോൾ. കാരണം ഒരുപാട് ബിഹേവിയറൽ ഇഷ്യൂസ് ഡേ ടു ഡേയിൽ നമുക്ക് വരും. അത് ഈവൻ പ്രൈമറിയിലാണെങ്കിലും സീനിയറിലാണെങ്കിലും നമുക്ക് വരും. അതേപോലെ ഇമോഷണൽ കൗൺസിലിംഗ്. ഇപ്പോഴത്തെ ഒരു എക്സ്പോഷർ അനുസരിച്ച് ഒരുപാട് കുട്ടികൾക്ക് ആൻസൈറ്റി വരും ഡ്യൂറിങ് എക്സാംസ്. അതേപോലെ പാനിക് അറ്റാക്സ് വരും. സോ ദെൻ നെക്സ്റ്റ് ഇസ് ഡിപ്രഷൻ. അപ്പൊ അങ്ങനത്തെ സൂയിസൈഡൽ തോട്ട്സ്. സോ ഇതൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വേർതിരിച്ച് വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഇതിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരുണ്ട്. സോ വി റീച്ച് ഔട്ട് ടു ഈച്ച് ആൻഡ് എവറി ചൈൽഡ് ആൻഡ് മേക്ക് ഷുവർ that is sorted out and that is properly address ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ആൻഡ് കരിയർ കൗൺസിലിംഗ് ഈസ് ഓൾസോ എ വെരി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. അതിലും ഇതേപോലെ ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് അവയർനെസ് വർക്ക്ഷോപ്സ് വിത്തിൻ
UAE തന്നെ ഒരുപാട് പ്ലേസ്മെന്റ്സ്, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും നമ്മളിവിടെ കൊടുക്കും. മൂവിങ് ഓൺ നെക്സ്റ്റ്. 4 pillars of well-being ആണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, വിച്ച് ഇസ് ന്യൂട്രീഷൻ, എക്സസൈസ്, റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പ്. സോ എവറി വീക്ക് നമ്മൾ ടീച്ചർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം ആൻഡ് ചൈൽഡ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ടാവും, സ്റ്റുഡന്റ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഉണ്ടാവും, where we ensure that they eat nutritious food and they exercise every day and they relax and get 7 to 8 hours of sleep. ഇതൊക്കെയാണ് 4 pillars. And apart from this, moving on, നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് ടീച്ചേഴ്സിന് കണ്ടക്ട് ചെയ്യും. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഓരോ അക്കാഡമിക് ഇയറിലും നമ്മൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അവയർനെസ് വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യും. എങ്ങനെയായിരിക്കും ഒരു ക്ലാസ് റൂം ഹാൻഡിൽ ചെയ്യേണ്ടത്, പിന്നെ എത്രയൊക്കെ രീതിയിലുള്ള സിംറ്റംസ് അവർ കാണേണ്ടി വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ODD അല്ലെങ്കിൽ ADHD അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെന്റ് ഡിലേ, ഏതൊരു ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ കൂടി അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതിനെ പറ്റി വർക്ക്ഷോപ്സ് നമ്മൾ കൊടുക്കും, വെൽബീയിങ് വർക്ക്ഷോപ്സ് കൊടുക്കും. അതേപോലെ സെൻഡ് പേരൻസിനാണെങ്കിലും ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ് ഓഫ് ദ സെൻഡ് പേരൻസ് നമ്മളത് മാനേജ് ചെയ്ത് കൊടുക്കും. ഇവിടത്തെ നീഡ് എന്ന് പറയുന്നത് 2 പേരൻസും വർക്കിംഗ് ആയിരിക്കും. സോ കുട്ടിയുടെ ഒപ്പം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പേരൻസിന് പറ്റാറില്ല. സോ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നീഡ് ഓഫ് ദ പേരൻസ്, അതായത് അവർക്ക് ടൈം മാനേജ്മെന്റ് വർക്ക്ഷോപ്സ് കൊടുക്കുക എന്നുള്ളത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂൾ ദ നീഡ് ഓൾസോ ചേഞ്ച്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ UAE നമ്മൾ ഫോളോ ചെയ്യുന്നത് ആസ് പാർട്ട് ഓഫ് ഇൻക്ലൂഷൻ. ആൻഡ് ദീസ് ആർ 3 അമേസിംഗ് കോഡ്സ് വിച്ച് ഐ ലൈക്ക് ആൻഡ് വിച്ച് ഇസ് വെരി സിമ്പിൾ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്താൽ മതി നമ്മുടെ ഒരു ഇൻക്ലൂഷനിലെ പാർട്ട് ആവാനായിട്ട്. ആൻഡ് there we come to the end of the PPT sessions. Now it is open for your questions. എന്ത് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതിൽ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യു കെൻ, നൗ ഇസ് ദ റൈറ്റ് മൊമെന്റ്. മാം ഏത് ലൈസൻസ് ആയിരുന്നു കൊടുത്തത്? ഞാൻ ആക്ച്വലി സോഷ്യൽ വർക്കർ ആണ്. സോ ഞാൻ എടുത്തിരിക്കുന്ന ലൈസൻസ് സോഷ്യൽ വർക്കർ ലൈസൻസ് ആണ്. നാട്ടിൽ 2 years എക്സ്പീരിയൻസ് മസ്റ്റ് ആണോ ലൈസൻസ് എടുക്കാനുള്ള പ്രൊസീജിയർ? അതെ, നമുക്ക് ഇവിടുത്തെ ലൈസൻസിന് അത് ആക്ച്വലി ഓരോ എമിറേറ്റ് അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ യെസ്, അത് 2 years ഒരു മിനിമം ക്രൈറ്റീരിയ ആണ് ഇവിടെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. മാം അതുപോലെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ട് അവര് വഴി ലൈസൻസിന് അപ്ലൈ ചെയ്യുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ലൈസൻസ് എടുത്ത ശേഷമാണോ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്? ഇതില് ഫസ്റ്റ് പറഞ്ഞ ഓപ്ഷൻ എന്തായാലും നടക്കില്ല. കാരണം നമ്മൾ സ്കൂളിൽ വന്നിട്ട് നമുക്ക് അവരായിട്ട് എടുത്തു തരില്ല, പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ചെയ്യാം, ലൈസൻസിങ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് കുറവാണ്. കാരണം നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ഇവിടുത്തെ ജോലിയുടെയും എല്ലാം കൊടുക്കേണ്ടി വരും. സോ അവിടുത്തെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാം അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടുന്ന് തന്നെ. പക്ഷെ നമ്മൾ തന്നെ സ്വന്തം ക്യാഷ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും, സ്കൂൾസ് സപ്പോർട്ട് ചെയ്യില്ല. എക്സാം ഉണ്ട്, ലൈസൻസിന് എക്സാം ഉണ്ട്. അത് നമ്മുടെ ഓരോ എമിറേറ്റ്സിലും ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാ എമിറേറ്റ്സിലും എക്സാംസ് ഉണ്ട്. ക്രൈറ്റീരിയ ഡിഫറെന്റ് ആണ്, നമ്മുടെ ഡോക്യുമെന്റ്സ് ആവശ്യമുള്ള ക്രൈറ്റീരിയസ് ഡിഫറെന്റ് ആണ്, ബട്ട് എക്സാംസ് ആർ ദെയർ ഫോർ ഓൾ. പിന്നെ എത്ര കൗൺസിലർ പോസ്റ്റ് ഉണ്ടാവും ഒരു സ്കൂളില്? ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുത്ത പണ്ട് തൊട്ടുള്ള ആൾക്കാർ വളരെയധികം പ്രിലവന്റ് ആയി നിൽക്കുന്നതുകൊണ്ട് അവരങ്ങനെ പുതിയ ആൾക്കാരെ പെട്ടെന്ന് അങ്ങനെ എടുക്കില്ല. ആൻഡ് ഓൾസോ ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു 5000 അബവ് സ്റ്റുഡൻസ് ഉണ്ട്, പക്ഷെ 4 കൗൺസിലേഴ്സേ ഉള്ളൂ. സോ നൗ യു ക്യാൻ മേക്ക് ദ ഗസ്. എക്സാമിന്റെ പേരൊന്ന് പറയാം. എന്തോ എക്സാമിന്റെ പേരൊന്ന് പറയാം പറഞ്ഞു. എക്സാമിന്റെ പേര് ഇപ്പം മാം ഏതിനു വേണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നത്? ഞാനിപ്പോ സൈക്കോളജി കഴിഞ്ഞാണ് PGയില്. അപ്പോ മാം പറഞ്ഞ എക്സാം ഉണ്ടല്ലോ, എഡ്യൂക്കേഷണൽ കൗൺസിലർ ആയിട്ട് അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മള് വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എഡ്യൂക്കേഷണൽ കൗൺസിലറിന്റെ ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഗൈഡൻസ് കൗൺസിലർ ഉണ്ട്. സൈക്കോളജി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ കൗൺസിലർ പൊസിഷനും ഉണ്ടാവും, കൗൺസിലറിന്റെ എക്സാമും എഴുതാം, സ്പെഷ്യൽ എഡ്യൂക്കേഷനും എഴുതാം. ഇപ്പൊ ഞാൻ എഴുതിയത് സോഷ്യൽ വർക്കറിന്റെ ആയതുകൊണ്ട് എനിക്ക് സോഷ്യൽ വർക്കർ ലൈസൻസിന് കിട്ടിയത്.
അതല്ല ആദ്യമേ അതെ ആ എക്സാമിന്റെ പേരെന്താ പറയുന്നത്? ഇപ്പം CD അതാണോ? കേട്ടിട്ടുണ്ട് അത് സി മുമ്പ്. ഡി അത് എ ഉണ്ട്. തന്നെയാണോ? സി ഡി എ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും ചെയ്യാം. ഞാൻ എഴുതിയത് SSD ആണ്. അത് ഷാർജ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. CDA ഉണ്ട്. മാം ആ അതുപോലെ തന്നെ നമ്മളിപ്പോ ഇത് സാധാരണ സ്കൂളിലല്ലാതെ സ്പെഷ്യൽ സ്കൂളിൽ ആണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു സോഷ്യൽ വർക്കറുടെ റോള് അവിടെ നമ്മൾ എന്തായിരിക്കും നമ്മളോട് ചെയ്യേണ്ട ജോലിയായിട്ട് വരിക? സോഷ്യൽ വർക്കറിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് പേരൻസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതും ടീച്ചേഴ്സും പേരൻസും അതേപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും തമ്മിലുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആവുക എന്നുള്ളതാണ്. അതായത് അവരുടെ ഇടയിൽ വരുന്ന മിസ്കമ്മ്യൂണിക്കേഷൻ അങ്ങനെ അതൊന്നും വരാതെ നെഗോഷിയേറ്റ് ചെയ്യുക, അവരെ പേരൻസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. LSA ഞാനൊരു ആകാനുള്ള ഡൗട്ട് കൂടി. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാഫിയ ചോദിച്ചിരിക്കുന്നത് LSA ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കുറച്ച് സർട്ടിഫിക്കേഷൻസ് മതി. ഏത് ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലുള്ള ഒരു ക്വാളിഫിക്കേഷനും പിന്നെ ഇവിടെ ചില സമയത്ത് എക്സ്പീരിയൻസ് നോക്കുകയും ചെയ്യും. കാരണം ഇപ്പൊ വരുന്ന ഒരുപാട് സ്റ്റുഡൻസിനും സിവിയർ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. സോ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. കൗൺസിലർ ആവാൻ ഇപ്പം ഒരുപാട് റൂൾസ് വന്നുകൊണ്ട് എസെൻഷ്യൽ ആണ്. ഹലോ മാം, യെസ് പറയൂ. 2 വർഷത്തെ മീഡിയം ട്രെയിനറിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവിടെ വന്നാല് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോസ്റ്റിന് നമുക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടാവുമോ? ഇല്ല, ഞാൻ ഓഡിയോ അത്ര ക്ലിയർ ആയില്ല. ഒന്നും കൂടി ക്വസ്റ്റ്യൻ ചോദിച്ചു. 2 വർഷത്തെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അല്ല, റെമഡിയൽ ട്രെയിനറിന്റെ പോസ്റ്റിൽ ജോബ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൾഫ് കൺട്രീസിൽ വന്നാൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടാവുമോ? മാം അവിടുന്ന് അപ്ലൈ ചെയ്ത് നോക്കും, കിട്ടേണ്ടതാണ്. കാരണം ഇപ്പൊ ഒരുപാട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അവിടെ നോക്കുന്നുണ്ട്. അത് ഞാൻ PG ഡിസ്റ്റന്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ക്ലിനിക്കൽ സൈക്കോളജിയിൽ BSc സൈക്കോളജിയും അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് ഇക്വലൈസേഷൻ കിട്ടില്ല. നമ്മൾ ലൈസൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടുത്തെ എഡ്യൂക്കേഷനുമായിട്ട് ഇക്വലൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്തത് ഇവിടെ റെക്കഗ്നൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ മാം, ഒന്ന് കാണുന്നുണ്ടല്ലോ സെൽ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം സെൽഫ് അതിപ്പം കോർഡിനേറ്റേഴ്സ് എന്ന് സ്കൂളിൽ പറയുന്നത് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ് കോർഡിനേഷൻ ആണ്. അതായത് ഇപ്പൊ ഈ സീനിയറിലും പ്രൈമറിയിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിനെയാണ് സെൻ കോർഡിനേറ്റർ പറയുന്നത്. ഇപ്പം കാണുന്നുണ്ട് ആഡിലൊക്കെ. എന്തോ സെൻ കോർഡിനേറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? സെൻ കോർഡിനേറ്ററിന് UAE ഒരു 7 years എക്സ്പീരിയൻസ് വേണം സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള. ഓക്കെ മാം. സൈക്കോളജിയിൽ PG ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വാല്യൂ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് അത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിരിക്കുന്നതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് കമ്പൽസറി. മാം ABA കോഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാമോ? ABA നമ്മൾ സ്പെസിഫൈ ആയിട്ട് ചെയ്യുന്ന കോഴ്സ്. അതായത് ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. ABA ഇസ് ആക്ച്വലി നല്ല സ്കോപ്പ് ഉള്ള കോഴ്സ് തന്നെയാണ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടോ? യെസ് മാം. ABA നല്ല സ്കോപ്പാണ്. ABA എന്ന് പറയുമ്പോൾ നമ്മള് സ്പെഷ്യൽ നീഡ്സിന് ആവശ്യമുള്ളതാണ്. കണ്ടീഷനിങ് ആണല്ലോ ബേസിക്കലി ബിഹേവിയറിന്. യെസ്. അത് ഓൺലൈൻ ആയിട്ടല്ലേ? അത് അവിടെ എങ്ങനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ABA ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുന്നത്. കാരണം ഇവര് സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതായത് പ്രത്യേകിച്ച് ഓൺലൈൻ അല്ലാതെ നമ്മൾ ഓൺ സൈറ്റ് ട്രെയിനിങ് റിസീവ് ചെയ്തു എന്നുള്ളതിന്റെ. അതുകൊണ്ട് തന്നെ ഇപ്പം സൈക്കോളജി ആണെങ്കിലും സോഷ്യൽ വർക്ക് ആണെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ ഓൺലൈൻ PG ഇതൊന്നും ഇവിടെ വാലിഡ് ആവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷനുമായിട്ട്.
അത് നമ്മൾ സൈറ്റിൽ പോയി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഇപ്പം MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഈവൻ ഇഗ്നോ പോലും ചില ഇവിടെ ഇക്വലൈസ് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനത്തെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ട് ഇവിടെ. മാം, അതിന് ABA ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ, കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഏതായിരുന്നു? ABA തന്നെ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ ആ കോഴ്സ്. ഇന്ത്യയില്ല, പക്ഷെ ചെന്നൈ ഒക്കെ ഉണ്ട്. ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിലില്ല, പക്ഷെ ഇന്ത്യയിൽ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലത്തുണ്ട്. മാമിന് പരിചയമുള്ള ഒന്ന് പറയാവോ എവിടെയുള്ളത് എന്നുള്ളത്? അല്ല, ഞാനും ഈ ABA പറ്റി അന്വേഷിച്ചപ്പോ ചെന്നൈ ആ ഭാഗത്തൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. UAE തന്നെ ഒരു ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞായിരുന്നു. ഏതായിരുന്നു? UAE തന്നെ? മാം ആ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യോ? ഒരു മിനിറ്റ്, അത് നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. ഈ ഇൻക്ലൂഷനിൽ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ സംസാരിച്ച് ഇപ്പം നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിലെന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. എനിക്ക് ആക്ച്വലി ഒരു ഡൗട്ട് ഉണ്ട്. യെസ്, പറയൂ. ഒരു ജനറൽ പെർസ്പെക്റ്റീവിലാണ്. ഒന്നാമത് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ either സൈക്കോളജി ഓർ സോഷ്യൽ വർക്ക്. അതൊരു കോമൺ പെർസ്പെക്റ്റീവിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ പല സ്പെക്ട്രത്തിലുണ്ടാവും. ലൈക്ക് സം പീപ്പിൾ മൈറ്റ് ബി നീഡിങ് ചെറിയൊരു ഹെൽപ്പ് മതിയാവും. they might be needing very much help. അതിൽ ആ ഒരു സ്പെക്ട്രത്തിൽ ചിലര് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തവരുണ്ടോ? ആ ഒരു വെരി മച്ച് ചലഞ്ച് അനുഭവിക്കുന്ന ആളുകൾ അതെങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാം? ഇഫ് they could be included in the system എന്നുള്ള രീതിയിൽ. താങ്ക് യു ഫോർ ആസ്കിംഗ് ദി ക്വസ്റ്റ്യൻ. ആക്ച്വലി അതായത് ഉണ്ട് പല സ്പെക്ട്രത്തിലുള്ള പിള്ളേരുണ്ട്. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ADHD ഉള്ള ഒരു 5 കുട്ടികൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് 5 സ്പെക്ട്രത്തിലായിരിക്കും. And in that there will be one student who is having severe difficulties to sustain attention. ഇത് ADHD. ഇതേപോലെ ASD തന്നെ ഉണ്ട്. ഇപ്പം ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡറിൽ ഡിഫിക്കൽട്ടീസിന്റെ ആ ഒരു സിവിയറിറ്റി ഹൈ ആവുന്നതിനനുസരിച്ച് അവരുടെ അക്കാഡമിക്കിൽ അവർക്ക് ഡിഫിക്കൽട്ടീസ് ഇല്ലെങ്കിൽ, ആസ് ലോങ് ആസ് ദേ ഡോണ്ട് ഹാവ് എനി ഡിഫിക്കൽട്ടീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്, അവർക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ they are able to cope up with the academics. ഇല്ലാന്നുണ്ടെങ്കിൽ there is no point in അവിടെ നമ്മൾ കൊണ്ടുവന്ന ഇന്റഗ്രേറ്റഡ് ലേണിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു grade 4 ഉള്ള കുട്ടിക്ക് grade 2 നോളജേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലേണിംഗ് ഗ്യാപ്സ് ഫില്ല് ചെയ്യാം. ബട്ട് grade 4 കഴിഞ്ഞ് grade 6 പോകുന്നതോറും അതിന്റെ നമ്മുടെ കരിക്കുലത്തിന്റെ ഡിഫിക്കൽട്ടി കൂടി വരും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ടു ദെയർ കോംപ്രിഹെൻഷൻ. സോ നമ്മൾ പതുക്കെ കുട്ടീനെ വൊക്കേഷണൽ ട്രെയിനിങ് അവരുടെ സ്ട്രെങ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് വി സോർട്ട് ദം ഔട്ട്. പക്ഷെ അതേപോലെ തന്നെ ASD ഉള്ള കുട്ടികൾക്ക് അക്കാഡമിക് ഡിഫിക്കൽട്ടീസ് ഇല്ല, ഓൺലി സെൻസറി ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെ നമ്മൾ മെയിൻ സ്ട്രീം സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്ത് അവർ 10th കഴിഞ്ഞ് 12th കഴിഞ്ഞ് അണ്ടർസ്റ്റുഡ്. വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഇഫ് യു ഹാവ് ഇറ്റ് ഫിനിഷ് ചെയ്തില്ലേ? എന്തോ ഫിനിഷ് ചെയ്തില്ല? വേറെ എന്തെങ്കിലും? ഓക്കെ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഇപ്പൊ ഓരോ ക്ലാസ്സിലും ഇപ്പൊ ലെറ്റ്സ് ഒരു 30 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അതിലിപ്പോ 1-2 കുട്ടികൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈ പറയുന്ന രീതിയിൽ ആവശ്യമുള്ള അറ്റൻഷൻ കൂടുതൽ ആവശ്യമുള്ള കുട്ടികളാവുമ്പോൾ you might be able to do it ഒന്നും കൂടി ബിക്കോസ് ബാക്കിയുള്ളവർ പിക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ these children together can support the special needs, specialized attention വേണ്ടവരെ പറ്റും. What if ആ ഒരു പ്രൊപ്പോർഷൻ കൂടി let's say ഒരു 5, 6, 7 അങ്ങനെ വരുമ്പോ മൊത്തത്തിലുള്ള ആ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്?
എഡ്യൂക്കേഷൻ പ്രോസസ് സ്ലോ ആവും. എനിക്ക് ആ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് പറയുമോ? അതായത് ഈ ഈ പറയുന്ന സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾ ക്ലാസ്സിൽ നമ്പർ കൂടി കഴിഞ്ഞാൽ, ഇപ്പോ അക്കാഡമിക് ഒരു 1 ഇയറിനുള്ളിൽ തീർക്കണം എന്നൊക്കെ ഉണ്ടാവല്ലോ, ഇത്ര മൈൽ സ്റ്റോൺസ് കവർ. അപ്പോൾ സ്ലോ ഡൗൺ ആവാനൊക്കെ ചാൻസ് ഉണ്ടോ? അതിനെങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യും? ഇപ്പൊ നമ്മള് KG 1 to grade 5 ഇവിടെ പ്രൊമോട്ടിംഗ് ആണ്. സോ ദേ ഡോണ്ട് ഹാവ് ടു എല്ലാ ക്വസ്റ്റ്യൻസും അവർക്ക് ഇടുന്നത് അറ്റംപ്റ്റ് ചെയ്യണമെന്നും കൂടി ഇല്ല. സോ ദ വൺസ് ഇവൻ ഹൂസ് ഹാവിംഗ് സിവിയർ ഡിഫിക്കൽട്ടി grade 5 വരെ സുഖമായിട്ട് പോരും. ദേ ജസ്റ്റ് നീഡ് ടു നോ ദ ബേസിക് കോൺസെപ്റ്റ്സ്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം grade 1 ഒരു കുട്ടിക്ക് ഇപ്പം KG 1 ആൽഫബറ്റ്സ് എല്ലാം ക്ലിയർ ആണ്. KG 2 കുട്ടികൾക്കാണെങ്കിൽ ആക്ട് വേർഡ്സ്, ബ്ലെൻഡ് വേർഡ്സ് ഇതൊക്കെ അറിയാം. grade 1 കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സൈറ്റ് വേർഡ്സ് വായിക്കാൻ അറിയാം, അതിന് സ്പെൽ ചെയ്യാൻ അറിയാം. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള അവയർനെസ് ആണ് ഓരോ ഗ്രേഡിലും നമ്മൾ ഇവർക്ക് സെറ്റ് ചെയ്യുന്ന ഗോൾ. സോ ഈ ഗോൾ സെറ്റ് ചെയ്താൽ മതി, അവര് ഈ ഗോൾ അച്ചീവ് ചെയ്താൽ മതി. ആൻഡ് ടുവേർഡ്സ് grade 5 ആവുമ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യും ഇവരുടെ ഓവറോൾ പെർഫോമൻസ്. ഇതിൽ അവർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ grade 6 വിടുള്ളൂ. Or else we ask the parents to take them for an open school education. കാരണം അവർക്ക് ഓൾറെഡി ബേസ് ആയിട്ടുള്ള അവയർനെസ് കിട്ടി, ബേസ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റൽ ഒരു റെസ്ട്രിക്ഷൻസ് എന്താണെന്ന് മനസ്സിലായി. സോ ദെൻ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് അവർക്ക് പഠിക്കാം. കുക്കിംഗ് ആവാം, സയൻസ് ആവാം, എനി സബ്ജക്ട്സ് ദാറ്റ് ദേ ക്യാൻ ചൂസ് ഇൻ ഓപ്പൺ സ്കൂൾ. സോ അതാണ്. അപ്പൊ നമ്മുടെ ലേണിംഗ് ഇതിന് അത് എഫക്ട് ചെയ്യില്ല. And we are setting a syllabus for them. Thank you. ഇനി ആരെങ്കിലും എന്തെങ്കിലും റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഓർ ഞാന് ഇപ്പോ PG കഴിഞ്ഞു. ഒരു 6 month ആയിട്ട് ഇപ്പം നാട്ടിലെ ഒരു CBSE സ്കൂളിലാണ് വർക്ക് ചെയ്യണത്. അത് കൗൺസിലർ ആയിട്ടാണ് പോസ്റ്റ് വെച്ചത്. ബട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യണത്. ഒരു കുട്ടി ഒരാൾക്കാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആള് ഭയങ്കര അഗ്രസീവ് ആണ്. അപ്പൊ ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞ ആളുടെ എന്താ പറയാ ഇത് വീക്ക്നെസ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് ഫൈൻഡ് ചെയ്യാൻ നോക്കി. അപ്പം ട്രെയിനിൽ പോകുന്ന ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കേസും വെച്ചിട്ട് കുറെ പിടിച്ചു നിർത്താൻ നോക്കി. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല. ഭയങ്കര അഗ്രസീവ്, എല്ലാരും ഉപദ്രവിക്കും, സ്പിറ്റിംഗ് ബിഹേവിയർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ആൾക്ക്. അപ്പം അതിനൊക്കെ അങ്ങനത്തെ ഇതിനൊക്കെ എന്താ നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ടൊക്കെ കൊടുക്കുക? ഫസ്റ്റ് നമ്മള് ആ കുട്ടീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതായത് ഫസ്റ്റ് കാര്യം നമ്മൾ സെറ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റാപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്നാലാണ് അവർ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അത് അവർ ഏത് സിറ്റുവേഷനിലാണ് ട്രിഗർ ആവുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഹാവ് എ ഗുഡ് റാപ്പ് വിത്ത് ദ ചൈൽഡ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഒരുപാട് ഗെയിംസ് അറേഞ്ച് ചെയ്യുക, കുട്ടിക്ക് ഇഷ്ടമുള്ളതും കുട്ടി എൻഗേജ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വെക്കുക. അതിനുവേണ്ടി അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്ന പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് വെക്കുക. അതായത് ചിലപ്പോൾ സ്റ്റാർ ഇഷ്ടമാണെങ്കിൽ, ഇത് ഏത് ഗ്രേഡിലെ കുട്ടിയാ മാം? ഇതിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് കുട്ടി പഠിക്കുന്നത്. മോണ്ടിസോറി ആണ് ഇപ്പൊ ഇവിടുത്തെ. അപ്പൊ അത് ഫസ്റ്റ് അപ്പൊ നല്ല ക്ലേയിലുള്ള എൻഗേജിങ് ആക്ടിവിറ്റീസ് കൊടുക്കാം, അല്ലെങ്കിൽ വല്ല പസിൽസ് സോർട്ട് ചെയ്യാനുള്ളത് കൊടുക്കാം. മാമും ഒപ്പം ഇരുന്ന് ചെയ്യുക. ലൈക്ക് ഫസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്, ഇപ്പം ഒരു കുട്ടി ഹൈപ്പർ ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഇഷ്യൂവിനെ കാണുന്നതിന് മുന്നേ ഫസ്റ്റ് വളരെ കാമായിട്ട് ആ കുട്ടിയുടെ അടുത്തിരുന്ന് സംസാരിച്ച് ഒരു റാപ്പ് ഉണ്ടാക്കി ഇങ്ങനത്തെ ഫൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് പതുക്കെ റാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ആ കുട്ടീനെ നമ്മുടേതായ രീതിയിൽ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് വേണ്ട ഒരു ക്രൂഷ്യൽ ക്വാളിറ്റിയാണ് ആ റാപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് കുട്ടീനായിട്ട്. സോ ഇപ്പം ഈ അഗ്രസീവ് ബിഹേവിയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു കാമിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ കൊണ്ടുവരാം. ഒരു ഗ്രൂപ്പ് സെറ്റിംഗിൽ ആ കുട്ടീനെ ഫസ്റ്റ് നമ്മള് ഇടാതെ വി ടേക്ക് ഹിം ഔട്ട്. നമ്മൾ കാമിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ കൊണ്ടുപോയി ഇതേപോലത്തെ ഫൺ ഫീൽഡ് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാം. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആവാം, ഇതേപോലത്തെ പസിൽസ് ആവാം, കളറിങ് ആവാം, വിച്ച് എവർ ദാറ്റ് ഹീ ലൈക്സ്. അത് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ട്രെയിൻ കളർ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ക്ലേ വെച്ച് ട്രെയിൻ ഉണ്ടാക്കുന്നതാവാം, എനി ആക്ടിവിറ്റീസ്. അപ്പൊ അതിൽ ആൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതില് നമ്മളും കൂടി എൻഗേജ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവിടെ ഒരു കണക്ഷൻ വന്നു. ദെൻ പതുക്കെ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ആളത് കേൾക്കും.
ഇത് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിനുള്ള റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുക്കുക. വീക്ക്നെസ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പം സ്റ്റാർ ആണ്, സ്റ്റാർ ഇപ്പൊ നമ്മൾ ഒരെണ്ണം എടുത്തു, അപ്പൊ അത് അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഗുഡ് ബോയ് ആവണം അല്ലെങ്കിൽ എനിക്ക് ഗുഡ് ഗേൾ ആവണം, അങ്ങനെ ഒരു തോട്ട് നമ്മുടെ മൈൻഡിൽ നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ സോ ദെൻ ഹി ഹാസ് ദിസ് ഓക്കെ, എനിക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാർ കിട്ടുള്ളൂ. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഒരു നല്ല ഇതേപോലെ IEP സെറ്റ് ചെയ്യുക. അതായത് കുട്ടിക്ക് ഇന്ന ഇന്ന ആക്ടിവിറ്റീസ് എല്ലാ ദിവസവും ഞാൻ കൊടുക്കും, റുട്ടീൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്നിട്ട് ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നു അനുസരിച്ചതിന് ശേഷം അതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുക. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മാം കാമിങ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ കൊണ്ടുപോയി ഇതേപോലത്തെ ഫൺ ഫിൽഡ് ആക്ടിവിറ്റീസ് ചെയ്ത് റാപ്പോ കണക്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ മാം. പിന്നെ ഇപ്പൊ ഇവിടെ ഒരു 2 year എക്സ്പീരിയൻസ് ഒക്കെ ആകാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ UAE അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ എങ്ങനെ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ? അതായത് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ചോദിച്ചത്? അതായത് അവിടുത്തെ 2 year എക്സ്പീരിയൻസിൽ മാം അപ്ലൈ ചെയ്യും, കിട്ടേണ്ടതാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 2 years എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടും. അതാണ് മിനിമം എക്സ്പീരിയൻസ് ഇവിടുത്തെ ഒരു റിക്വയർമെന്റ്. അത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് നമ്മൾ എനിക്ക് ഇതിന്റെ കൂടുതൽ വേഴ്സ് അറിയില്ല. അപ്പം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരു കൗൺസിലർ വർക്ക് ചെയ്യുന്നോണ്ട് അതില് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലില്ല. കൗൺസിലിങ്ങിലും പോവാം, അതൊന്നും പ്രശ്നമില്ല. സൈക്കോളജി എടുത്താല് ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഏത് ഫീൽഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കൗൺസിലിംഗ് അല്ലെങ്കിൽ സ്കൂൾ സോഷ്യൽ വർക്കർ ആക്കാം, അതൊന്നും കുഴപ്പമില്ല. ഗൈഡൻസ് കൗൺസിലർ ആവാം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവാം, കൗൺസിലർ നോ പ്രോബ്ലം. സ്കൂൾ കൗൺസിലർ, സ്റ്റുഡന്റ് കൗൺസിലർ, കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഇതിൽ? അതുപോലെ തന്നെ ഈ ലാംഗ്വേജിന്റെ കാര്യം, ഇപ്പൊ നമ്മൾ അവിടെ ഒരു പുറത്തൊരു രാജ്യത്ത് പോകുമ്പോ എങ്ങനെയായാലും ഇംഗ്ലീഷ് അതുപോലെ ലാംഗ്വേജസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അതില് ഭയങ്കരമായിട്ട് അതായത് ഫ്ലുവന്റ്ലി സംസാരിക്കണം അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലായാൽ മതി, ഇത്രയേ ഉള്ളൂ. അവിടെ അങ്ങനെ ജഡ്ജിങ് ഇല്ല. നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ചാൽ മതി. ദാറ്റ്സ് ഓൾ ദാറ്റ് മാറ്റേഴ്സ്. താങ്ക് യു. ചാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടായിരുന്നു, കൗൺസിലിംഗിന്റെ കാര്യം ചോദിച്ചിട്ട്. പോപ്പുലേഷൻ അപ്പാർട്ട് ഫ്രം കൗൺസിലിംഗ് ഫോർ ഓക്കെ. അപ്പൊ ഇതില് കൗൺസിലിംഗിൽ അവർ ചോദിച്ചിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ബിഹേവിയർ ഉണ്ട്, ഇമോഷണൽ ഉണ്ട്, അതേപോലെ തന്നെ കരിയർ കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബേസിക്കലി കോഗ്നിറ്റീവ് തിയറി തെറാപ്പിയാണ് മിക്കപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. ആങ്സൈറ്റിയിൽ നമ്മൾ ബ്രീത്തിങ് ടെക്നിക്സ്, അത് മൈൻഡ്ഫുൾനെസ്, തായ്ചി, ചില സമയത്ത് നമ്മൾ ഇവരെ മ്യൂസിക് ഇതിലേക്ക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകും. ആങ്സൈറ്റി എക്സാം ടൈമിലൊക്കെ ഇവർ ഭയങ്കര ഹൈ ആവുമ്പോൾ എസ്പെഷ്യലി നമ്മൾ കാണുന്നത് സീനിയർ വിങ്ങിലാണ്. ബിക്കോസ് അവിടെ കൂടുതൽ എക്സാംസ് നടക്കുന്നതുകൊണ്ട് ഭയങ്കര ആങ്സൈറ്റി അറ്റാക്സ് വരും കുട്ടികളിൽ. സോ വി ടേക്ക് ദം ഫസ്റ്റ് തന്നെ നമ്മൾ അവർക്കൊരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ കൊടുക്കും, മ്യൂസിക് മെഡിറ്റേഷൻ കൊടുക്കും. മ്യൂസിക് തെറാപ്പിയിൽ പോയി നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് കുറച്ച് കളിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്യാറുണ്ട്. സോ അതുണ്ട്. അതല്ലാതെ ഉള്ള ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ ചില കുട്ടികൾക്ക് ഒരു ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കും. നമ്മൾ പഠിച്ചതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആൻഡ് ഓപ്പറന്റ് കണ്ടീഷനിങ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുത്തും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്സ് കൊടുത്തും നമ്മൾ അതിനെ മാനേജ് ചെയ്തിട്ട് വരും. സോ ഈ കൗൺസിലിംഗിലൊക്കെയാണ് നമുക്ക് നമ്മൾ പഠിച്ച തിയറീസ് ഒക്കെ നമ്മുടെ തെറാപ്പീസും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഈവൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനിലാണെങ്കിലും. ABA തെറാപ്പി വളരെ യൂസ്ഫുൾ ആണ്. അത് പക്ഷെ ഓൺലൈൻ കോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം ഇവിടെ അത് വാലിഡ് അല്ല. ABA ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഫ്രഷർ ആയിട്ട് UAE വന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മുടെ ഒക്കെ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. എക്സ്പീരിയൻസ് ഉള്ളവർ ഇവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയുള്ളൂ. പക്ഷെ നമ്മുടെ പ്രൊഫൈൽ എത്ര നല്ലതാണെങ്കിലും ഇവർ കൺസിഡർ ചെയ്യും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്.
എന്താണ് ഇവിടെ നടക്കുന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്നുള്ളത്. MOH എക്സാംസ് എന്ന് പറയുന്നതാണ് ലൈസൻസിനുള്ള എക്സാം ആണ്, മിനിസ്ട്രി എക്സാം ആണ്. മാം ഒരു ഡൗട്ട്, ഇപ്പം പ്രൈമറി ലെവലിലാകുമ്പോൾ സെക്കൻഡറി ലെവൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസ് ഡിഫറൻസ് ആയിരിക്കും അല്ലേ? അതെ അതെ, ഡിഫറെന്റ് ആണ്. കാരണം പ്രൈമറി വിങ്ങിൽ നമ്മൾ ഒരുപാട് ഇന്റർവെൻഷൻസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഈ ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ് തന്നെ പ്രൈമറിയിലേ ഉള്ളൂ. പക്ഷെ സീനിയറിൽ കുറേം കൂടി കുട്ടികളെ മെച്ചുവേർഡ് ആയിരിക്കും, കുറേം കൂടി അവർക്ക് അവരുടെ ഡിഫിക്കൽട്ടീനെ പറ്റി അവെയർ ആയിരിക്കും. സോ നമ്മൾ ജസ്റ്റ് അവരെ ബൂസ്റ്റ് ചെയ്താൽ മതി, അവിടെ കൂടുതൽ ഇന്റർവെൻഷൻസ് നമുക്ക് ആവശ്യം വരില്ല. മാം ഒരു ഡൗട്ട്, ഇപ്പൊ മാമിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏത് കണ്ടീഷനാണ് കൂടുതലായിട്ട് ഇപ്പൊ സ്റ്റുഡൻസിൽ കാണുന്നത് സ്കൂൾസിലാണെങ്കിൽ? അത് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആക്ച്വലി ഇപ്പൊ വളരെയധികം കൂടുതലാണ്. നമ്മളിപ്പം KGയിലൊക്കെ ആണെങ്കിലും ഓട്ടിസം സ്പെക്ട്രം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ സ്പീച്ച് ഡിലേ ഒരു മേജർ എല്ലാ കുട്ടികളിലും നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടിയാണത്. ഡിഫിക്കൽട്ടിനെ പറയാൻ പറ്റുള്ളൂ, സ്പീച്ച് ഡിലേ. നമ്മൾ അപ്ലൈ ചെയ്ത തിയറീസ്, നമ്മൾ പഠിച്ച തിയറി അപ്ലൈ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ അങ്ങനെ ട്രെയിനിങ് നോക്കിയാൽ അങ്ങനെ നമുക്ക് ട്രെയിനിങ് അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ എപ്പോഴും ജോലിയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കോഴ്സസ് എടുക്കുക മാക്സിമം. ഈ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടല്ലോ, സോ അങ്ങനത്തെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ ആണെങ്കിലും സൈക്കാട്രി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ ഇത് പക്ഷെ നമുക്ക് നമ്മുടെ റെസ്യൂമെയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് സംതിങ് നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ അപ്ഡേറ്റ് ആയിട്ട് നമുക്കൊരു നോളജ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുക ഇങ്ങനത്തെ കോഴ്സസ്. അപ്പൊ അതൊന്നും ഒരുപാട് തിയറീസ് നമുക്ക് അറിയാൻ പറ്റും, കുറെ തെറാപ്പീസ് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ. Any more questions? I think ഏകദേശം നമ്മൾ ടൈമും ആയിട്ടുണ്ട്. എനിവൺ ഫൈനൽ ആയിട്ട് ചോദിക്കാൻ എനി ക്വസ്റ്റ്യൻസ്? ഓൾറൈറ്റ്. സോ ഇതുപോലത്തെ സെഷൻസ് ഇനിയും ഉണ്ടായിരിക്കും. ഈ സാറ്റർഡേ നമുക്കൊരു സ്പെഷ്യൽ സെഷൻ വരുന്നുണ്ട്. വിൽ ബി അനൗൺസിങ് ഇറ്റ് സൂൺ. നാളെ രാവിലെ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. സോ കീപ് ഫോളോയിങ് ദ ഗ്രൂപ്പ്. അതുപോലെ തന്നെ Athira presented this session. Thank you very much for that. Session ആയിരുന്നു. And ഒന്ന് മനസ്സിലാക്കേണ്ടത്, Athira was a community member ആയിരുന്നു. She wanted to take a session and ആ ഒരു മെസ്സേജ് ഇട്ടപ്പോഴാണ് Athira came forward and did this session. അതുപോലെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. If you have some knowledge and experience to share, നമുക്ക് അതിനുള്ളൊരു പ്ലാറ്റ്ഫോം തരാൻ പറ്റും. ഇഫ് എനിവൺ വാണ്ട്സ് ടു ഡു എ സെഷൻ ലൈക്ക് ദിസ്, നമ്മൾ സാധാരണയായിട്ട് 7:30 to 8:30 ആ ഒരു ടൈമിലാണ് എല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം നോക്കിയിട്ട് വെക്കുന്നതാണ്. സോ ഇഫ് യു വാണ്ട് ടു ഹോസ്റ്റ് എ വെബിനാർ വിത്ത് us, ഡു കോൺടാക്ട് us. ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഓപ്പൺ ആണ്. സോ താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ് ആൻഡ് താങ്ക് യു Athira for hosting a wonderful webinar. Thank you so much for giving me an opportunity. And I wish എല്ലാവരും മുന്നിലേക്ക് വരട്ടെ, ഇതേപോലെ ഹോസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. All the very best and thank you for providing such an amazing platform, Happlyf. You're welcome. And thank you Junaid for helping me with the presentations. You're welcome. So yeah, that's all for today. Thank you all. Thank you so much. Good night. Bye-bye. Bye.